രാജാക്കാട് പന്നിയാർകുട്ടി മേഖലയിൽ മോഷണ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ ആശങ്കയോടെ നാട്ടുകാർ. രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം. ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളുടെ സാന്നിധ്യം മേഖലയിൽ വർദ്ധിച്ചു വരികയാണെന്നാണ് പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും ആരോപണം. പന്നിയാർകുട്ടി രാജാക്കാട് മേഖലകളിൽ അടുത്തിടെ മോഷണം വർദ്ധിച്ചു വരികയാണ്. മുറ്റത്ത് ഉണക്കാനിട്ട പച്ച കുരുമുളക് പോലും മോഷണം പോകുന്ന സ്ഥിതി പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 19-ാം തീയതിയാണ് പട്ടാപ്പകൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 8 ലക്ഷം രൂപയോളം മോഷണം പോയത്. പ്രതിയെന്ന സംശയത്തിൽ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചിരുന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കാട് നിന്ന് തന്നെ ഏലക്ക സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വിലയുള്ള ഏലക്ക മോഷണം പോയിരുന്നു. ഇതിലും സംശയം തോന്നിയ രാജാക്കാട്ടിലെ ഒരു വ്യാപാരിയെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെങ്കിലും പിന്നീട് നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിനിടയിലാണ് മാസങ്ങൾക്ക് മുമ്പ് രാജകുമാരിയിൽ നിന്നും കുറുവ സംഘത്തിൽപ്പെട്ട തമിഴ്നാട് സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. ചെറുതും വലുതുമായ മോഷണങ്ങൾ പതിവായ പ്രദേശങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളുടെ സാന്നിധ്യവും ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി പൊതുപ്രവർത്തകർ പറയുന്നു. വളരെ വ്യാപകമായി ഇപ്പോൾ മുളക് മോഷണം പോലെയുള്ള സംഭവങ്ങൾ ഈ പ്രദേശത്ത് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ ഈ കാര്യത്തിൽ പറയുന്നൊരു കാര്യം, പോലീസിനെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ പോലീസ് പട്രോളിംഗ് വ്യാപകമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ ധാരാളം ആളുകൾ പല സമയങ്ങളിലുമൊക്കെ ബൈക്കിലൊക്കെ വന്ന് പല ഭാഗങ്ങളിലുമൊക്കെ തമ്പടിക്കുകയും അവർ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ആളുകൾ ഭയങ്കര ആശങ്കയോടുകൂടിയാണ് ഇതിനെയൊക്കെ കാണുന്നത്. അത് നമ്മുടെ ഈ പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലും ചെറുപ്പക്കാരായ ആളുകൾ ഇങ്ങനെ പല സമയങ്ങളിലൊക്കെ വരികയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഷണം കൂടി നടന്നപ്പോൾ ആളുകൾ വലിയ ആശങ്കയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ ഇവിടെ 2-3 വീടുകളിൽ നിന്ന് മുളക് വാരിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രതിയെ പിടിക്കാത്തിടത്തോളം കാലം ഇത് ആരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എങ്കിലും ഇന്നലെ ഇവിടെ നടന്ന ഈ സംഭവത്തിൽ പ്രതിയെ അവസരോചിതമായി പിടിക്കുകയും അതിൻ്റെ തെളിവെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയാണെങ്കിലും നമ്മുടെ ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിലൊക്കെ ഒരു പോലീസിന്റെ ഒരു സാമീപ്യമുണ്ട് എന്ന് ഒന്ന് മനസ്സിലായാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ കഴിയും. ലഹരി ഉപയോഗവും മോഷണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജാക്കാട് പന്നിയാർകുട്ടി മേഖലയിൽ രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് വർദ്ധിപ്പിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്.